പുറം സഭകളിൽ നമ്മുടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവവചനം ശ്രദ്ധിച്ച് ഇന്ന് വൈകിയ സമയത്തും ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ആമുഖങ്ങൾ അധികം കൂടാതെ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളെ 10 തരംതിരിച്ചു പഠിക്കാം എന്ന് നമ്മൾ കണ്ടു. അതങ്ങനെ ക്രമീകൃതമായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കണ്ടു. വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾ ഒരുമിച്ച് നൽകിയിട്ടുള്ളതല്ല, അത് ക്രമാനുഗതമായി നൽകിയിട്ടുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളിൽ ചിതറിയാണ് ഈ ഉപദേശ വിഷയങ്ങൾ കിടക്കുന്നത്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒന്നിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉപദേശ വിഷയങ്ങളുടെ ഒരു ക്ലിപ്തത നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ ക്രമീകൃതമായിട്ട് പഠിക്കുന്നത്. പ്രധാനമായി ഈ ഉപദേശ സത്യങ്ങളെ 10 ശാഖകളായി വിഭജിച്ച് പഠിക്കാം എന്ന് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത്തെ ശാഖയാണ് വേദപുസ്തക ശാസ്ത്രം അഥവാ ബിബ്ലിയോളജി എന്ന് പറയുന്ന വിഷയം. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത്. 2 ദൈവശാസ്ത്രം, ദൈവത്തെക്കുറിച്ചുള്ള പഠനം. 3 ക്രിസ്തുശാസ്ത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. 4 പരിശുദ്ധാത്മശാസ്ത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ്. 5 ദൂതശാസ്ത്രം, ദൂതന്മാരെന്ന ജീവികൾ, അവരുടെ ഉത്ഭവം, അവരുടെ പ്രവൃത്തികൾ, അവരുടെ പാപം, അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ തുടങ്ങി വിശാലമായ വിഷയങ്ങൾ ആ കാര്യത്തിൽ പഠിക്കുന്നതാണ്. 6 നരവംശാസ്ത്രം, അഥവാ മനുഷ്യരെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്നുള്ള വിഷയമാണ്. 7 വിഷയം പാപശാസ്ത്രം എന്നുള്ളതാണ്. മനുഷ്യന്റെ പാപം, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ഒക്കെയുള്ള വിശാലമായ പഠനമാണ്. 8 രക്ഷാതത്വശാസ്ത്രം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യൻ ഒരുക്കിയ രക്ഷയുടെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രക്ഷാതത്വശാസ്ത്രം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുന്നു. സഭയ്ക്ക് 2 തരങ്ങളുണ്ട്, പ്രാദേശിക അതുപോലെ തന്നെ യൂണിവേഴ്സൽ സഭ എന്നിങ്ങനെ സാർവത്രികവും അതുപോലെ തന്നെ പ്രാദേശികവുമായ 2 മാനങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. അവസാനത്തെ വിഷയം ഭാവികാല ശാസ്ത്രമാണ്. ഈ നിലയിൽ വേദപുസ്തകത്തിലെ ഉപദേശ വിഷയങ്ങളെ 10 തരംതിരിച്ചു പഠിക്കാമെന്ന് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത്തെ വിഷയമായ വേദപുസ്തക വിജ്ഞാനീയം അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇന്നലെ സമാരംഭിച്ചത്. അതിൽ ബൈബിൾ എന്ന് പറയുന്ന പേര് അതെങ്ങനെയുണ്ടായി, അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് ബൈബിളിൻ്റെ എഴുത്തുകാര്, അതിൻ്റെ കാലം, അതിൻ്റെ സ്ഥലം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നീട് നമ്മൾ ചിന്തിച്ചത് വേദപുസ്തകത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. 1 അതിൻ്റെ രചനയിൽ അത് ശ്രേഷ്ഠമാണ്. 40ഓളം എഴുത്തുകാർ അന്യോന്യം കാണാതെ വിവിധ സാഹിത്യങ്ങൾ എഴുതിയപ്പോൾ ഒരേ ഒരു ആശയം മാത്രം എഴുതി, വൈരുദ്ധ്യതകളില്ലാതെ പരസ്പര പൂരകങ്ങളായി എഴുതി വച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഒരേ ഒരു വിഷയമാണ് വേദപുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയം എന്നുള്ളത് നമ്മൾ കണ്ടു. 2 ഇത് പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ഇത് ശ്രേഷ്ഠമാണ്. മറ്റൊരു സാഹിത്യ ഗ്രന്ഥത്തിനോ ശാസ്ത്ര ഗ്രന്ഥത്തിനോ അവകാശപ്പെടുവാൻ സാധിക്കാത്തതും ഇതുവരെയും തെളിയിച്ചിട്ടില്ലാത്തതുമായ പ്രപഞ്ചം, പ്രപഞ്ചോൽപത്തി, ജീവജാലങ്ങൾ, ജീവോൽപത്തി, മനുഷ്യൻ, മനുഷ്യോൽപത്തി, ഭാഷകൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ, രാജ്യ നിയമങ്ങൾ, സാമ്രാജ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഉത്തരം വേദപുസ്തകം നൽകുന്നു. അതുകൊണ്ട് വേദപുസ്തകം പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ശ്രേഷ്ഠമാണ്. 3 നമ്മൾ കണ്ടത് അതിൻ്റെ നിലനിൽപ്പിൽ ശ്രേഷ്ഠമാണ്. ഇങ്ങോട്ട് കാലം പരിശോധിച്ചാൽ അനേക സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും വേദപുസ്തകത്തെ ഉച്ചാടനം ചെയ്യുവാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇന്നും അജയ്യമായി വേദപുസ്തകം തുടരുന്നു. അതിൻ്റെ കാരണം ഇത് നിലനിൽപ്പിൽ ശ്രേഷ്ഠമാണ്. 4 അതിലെല്ലാം ഉപരിയായി ദൈവവചനത്തിന് മാത്രമാണ് മനുഷ്യജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വചനം പ്രവർത്തനത്തിൽ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ തുറക്കണം, താക്കോലിട്ട് പൂട്ടി കഷത്തി വയ്ക്കാനുള്ളതല്ല എന്ന് നമ്മൾ കണ്ടു. വചനം തുറക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചാൽ സാത്താൻ്റെ പരീക്ഷണങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥനയോടെ പ്രവേശിച്ചാൽ അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുകയും സ്വർഗീയ മർമ്മങ്ങളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി നൽകും എന്നുള്ള ആശയവും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബൈബിളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ എല്ലാ വിശുദ്ധന്മാരും, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, നമ്മൾ വിശ്വസിക്കുകയും നമുക്ക് വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുകയും നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഈ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാനപര ബേസിക് നോളജ്, ബേസിക് ട്രൂത്ത് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം വെളിപ്പാട് എന്നുള്ളത്. നമ്മൾ ഇന്നലെ കണ്ട എന്താ വെളിപ്പാടെന്ന് പറഞ്ഞാൽ?
മറഞ്ഞിരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ എബ്രായ ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത് അനാവരണം ചെയ്യുക, ഇല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് നിർവചനം നമ്മൾ കണ്ടു. മനുഷ്യന് സ്വയം അറിയുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സത്യയെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും തൻ്റെ കൃപയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ സ്വയം അനാവരണമാണ് എന്ന് പറയുന്നത് വെളിപ്പാട്. അല്ലെങ്കിൽ ഒന്നും കൂടി ലളിതമായി പറഞ്ഞാൽ, ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവം വെളിപ്പെടുത്തിയത്? തന്നെക്കുറിച്ചും വെളിപ്പെടുത്തി, തൻ്റെ പദ്ധതികളെക്കുറിച്ചും എന്ത് ചെയ്തു? ബൈബിളിൽ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ഇതിനെ വെളിപ്പാട് എന്നും. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ദൈവത്തിനെ കുറിച്ചും ദൈവിക ആശയങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടാണ് ബൈബിളിലുള്ളത് എന്ന് നമ്മൾ കണ്ടു. വെളിപ്പാട് 2 നിലകളിലുണ്ട് എന്ന് നമ്മൾ കണ്ടു. പൊതുവായ വെളിപ്പാടും പ്രത്യേക വെളിപ്പാടുമുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പൊതുവായ വെളിപ്പാട് മനസാക്ഷിയിലൂടെയും ചരിത്രത്തിലൂടെയും പ്രപഞ്ചത്തിലൂടെയും ദൈവം നടത്തിയപ്പോൾ, പ്രത്യേക വെളിപ്പാട് പ്രധാനമായി ദൈവവചനത്തിലൂടെയും യേശുക്രിസ്തുവിലൂടെയും വെളിപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു. അത് പ്രധാനമായി ദൈവം തുടങ്ങി മനുഷ്യൻ വരെയുള്ള ആശയമാണ് വെളിപ്പാട് എന്ന് നമ്മൾ കണ്ടു. 2, ദൈവശ്വാസീയത. എന്താ ദൈവശ്വാസീയത എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കണ്ടു. ദൈവം ഉച്ഛ്വസിച്ചതാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണെന്നൊക്കെ പറയാമെങ്കിലും അതിന് നിർവചനം നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്. ദൈവം വെളിപ്പെടുത്തിയ വചനം തെറ്റുകൾ കൂടാതെ രേഖപ്പെടുത്തുന്നതിന് എഴുത്തുകാരിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നടത്തിയ മേൽനോട്ടത്തെയാണ്, അല്ലെങ്കിൽ നിയന്ത്രണത്തെയാണ് എന്നു പറയുന്നത് ദൈവശ്വാസീയത. ഞാൻ പറഞ്ഞു, അപ്പോസ്തലനോ പ്രവാചകന്മാർക്കോ മോശയ്ക്കോ ഒക്കെ ദൈവം പ്രത്യേകമായി വെളിപ്പാടുകൾ കൊടുത്തു. ആ വെളിപ്പാടുകൾ അവരിൽ മാത്രം നിക്ഷിപ്തമായി നിൽക്കാതെ നമ്മളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം, പകരപ്പെടണം എന്നുള്ളത് കൊണ്ട് ആ ദൈവിക വെളിപ്പാടുകൾ തെറ്റുകൂടാതെ രേഖപ്പെടുത്തി നൽകുക എന്നുള്ളത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സ്വന്തം ജ്ഞാനം കൊണ്ടും കഴിവ് കൊണ്ടും എഴുതിയിരുന്നുവെങ്കിൽ എന്തു പറ്റാമായിരുന്നു? തെറ്റുകൾ ഭവിക്കാമായിരുന്നു. അങ്ങനെ തെറ്റുകൂടാതെ ഇത് എഴുതി വയ്ക്കുവാൻ ദൈവം സഹായിച്ച, ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ച ആ പ്രവൃത്തിയാണ് ദൈവശ്വാസീയത എന്ന് നമ്മൾ കണ്ടു. 3 നമ്മൾ കണ്ടത് ദൈവവചനത്തിന്റെ ഇന്നറൻസി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയാൻ. ദൈവവചനത്തിൽ എന്തില്ല? തെറ്റുകളില്ല. എന്തുകൊണ്ട് തെറ്റുകളില്ല? ഇത് പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനാണ് എഴുതിയിരുന്നെങ്കിൽ തെറ്റുകൾ വരാമായിരുന്നു. തെറ്റില്ലാമേ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ തെറ്റില്ല. യാതൊരു വിഷയത്തിലും ഉപദേശപരമോ ചരിത്രപരമോ ഭൂമിശാസ്ത്രപരമോ ശാസ്ത്ര സംബന്ധമായ മറ്റേതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ കാണുക. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ അടുത്ത 4-ാമത്തെ ബൈബിളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് 4-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ആധികാരികത അഥവാ ദ അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. ദൈവവചനത്തിൻ്റെ ആധികാരികത എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങാൻ പോകുന്നത്. എന്താ ആധികാരികത എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയണ്ട, അവൻ ആ വിഷയത്തിൽ വളരെ ആധികാരികമാണ് അല്ലേ? എന്തോ ചോദ്യം ചെയ്യുവാൻ പറ്റാത്ത ആധികാരികത. ദൈവവചനം ആധികാരികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം ലളിതമായി പറഞ്ഞാൽ ഒരു നിർവചനം ഇങ്ങനെ വേണേൽ പറയാം. ദൈവത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ ബൈബിൾ ദൈവത്തിൽ നിന്നുള്ളതിനാകിയാൽ വിശ്വാസത്തിനും ജീവിതത്തിനും അന്തിമവും നിർണായകവുമായ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെക്കാൾ, മാനുഷികമായ അഭിപ്രായങ്ങളെക്കാൾ, മാനുഷികമായ സിദ്ധാന്തത്തെക്കാൾ, ഓരോരോ മനുഷ്യന്റെയും അഭിപ്രായത്തെക്കാൾ ഏറ്റവും വിലമതിക്കേണ്ടുന്നത് എന്താണ്? ദൈവവചനമാണ്. ദൈവവചനമാണ് ഫൈനൽ അതോറിറ്റി. നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നവന്റെ അധികാരമല്ല, മറിച്ച് പിന്നെ എന്തിന്റെ അധികാരമാണ്? ദൈവവചനത്തിന്റെ അധികാരമാണ്. ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തു പരീശന്മാരോട് വിമർശനാത്മകമായി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്നറിയോ? ഇപ്പോഴത്തെ ദൈവവചനവുമായി ബന്ധപ്പെട്ട് അവരോടൊരു കാര്യം കർത്താവ് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവവചനത്തിന്റെ അധികാരത്തെ ദുർബലമാക്കുന്നു. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ സമ്പ്രദായത്തെ. യു നള്ളിഫൈ ദ പവർ ഓഫ് ഗോഡ്സ് വേർഡ് ത്രൂ യുവർ ട്രഡീഷൻ. നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവവചനത്തിന്റെ അധികാരത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ദുർബലമാക്കുന്നു. നമുക്കറിയാം, ഈ കാലങ്ങളിലൊക്കെ പരീശന്മാർ ചെയ്തിരുന്നത് ദൈവവചനവും ന്യായപ്രമാണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം അവർ ചില പാരമ്പര്യങ്ങൾ കൊണ്ടുവന്നു. ഈ പാരമ്പര്യങ്ങൾക്ക് വചനത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ ദൈവവചനത്തിന്റെ ആധികാരികതയും അധികാരത്തെയും നള്ളിഫൈ, അതിനെ ഇല്ലായ്മ ചെയ്യുകയും അതിനെ ചെറുതായി കാണുകയും ചെയ്യുന്ന
ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതിന് വളരെ സാധ്യതയുണ്ട്. നമുക്ക് പാരമ്പര്യങ്ങളൊന്നും ഇല്ല എങ്കിലും പലരും ചെയ്ത് വന്ന പല കാര്യങ്ങളും കണ്ടും കേട്ടും അതൊരു ഉപദേശപരമായിട്ട് വേദപുസ്തകം അങ്ങനെ തന്നെയോ എന്ന് വിചിന്തനം ചെയ്യാതെ പോകുവാനുള്ള സാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വേണം ഒരു ഉപദേശ വിഷയത്തിൽ എന്തുണ്ടാക്കുവാൻ, നിർണയമുണ്ടാക്കുവാനും തീരുമാനം ഉണ്ടാക്കുവാനും. അപ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മളുടെ ഏറ്റുപറച്ചിലിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും അന്തിമമായ പ്രമാണം എന്ന് പറയുന്നത് ഒരു ഉപദേശിയുടെയോ ഒരു ഉപദേഷ്ടാവിൻ്റെയോ ഒരു സഭയുടെയോ ആയിരിക്കരുത്. പിന്നെ എന്തിൻ്റെ ആയിരിക്കണം? ദൈവവചനത്തിൻ്റേത് ആയിരിക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തു തിരുവചനത്തെ പഠിപ്പിച്ചപ്പോൾ ദൈവവചനത്തിന് അന്തിമമായ വില കൽപ്പിച്ച, അധികാരം കൽപ്പിച്ച ആളായിരുന്നു കർത്താവ് യേശുക്രിസ്തു. ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ തിരുവെഴുത്ത് എന്തു പറയുന്നു, തിരുവെഴുത്തിൻ പ്രകാരം ദൈവത്തിന്റെ വചനം, മോശയിക ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ദൈവവചനത്തിന് സമ്പൂർണമായ അധികാരം കൊടുത്തിരുന്ന ആളാണ് കർത്താവ് യേശുക്രിസ്തു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോസ്തലന്മാരും അതുപോലെ ദൈവവചനത്തിന്റെ അധികാരം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം, തെസ്സലോനിക്കയിലുള്ള ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം അറിയിച്ചപ്പോൾ അത് മാനുഷിക വചനമായിട്ടല്ല, ദൈവവചനമായിട്ട് തന്നെ അവരെന്തിന്റെ ചെയ്തു? അതിനെ സ്വീകരിച്ചു. അപ്പോൾ അപ്പോസ്തോലിക അധികാരങ്ങളെക്കാൾ അധികമായി അവർ പറഞ്ഞ വചനത്തിന്റെ അധികാരത്തെയാണ് കേൾവിക്കാരെന്ത് ചെയ്തത്? കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ നല്ലൊരു ഉദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ബെരോവയിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തമന്മാരായിരുന്നു. കാരണം വചനം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്തു? ആര് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ എന്ന് ചിന്തിച്ചേ. ആര് പ്രസംഗിച്ച വചനം അങ്ങനെ തന്നെയെന്ന് നോക്കിയത്. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യ പൗലോസ് പറയാണ്, ബെരോവക്കാർ അവർ തെസ്സലോനിക്കരെക്കാട്ടിലും കുറച്ചും കൂടെ ഉത്തമന്മാരാണ്. അതിന്റെ കാരണം അവർ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊണ്ടെന്ന് മാത്രം. അത് അങ്ങനെ തന്നെയോ? ആര് പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്നാ? അപ്പോസ്തലൻ പൗലോസ് അല്ലെങ്കിൽ അപ്പോസ്തലൻ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തോലൻ പ്രസംഗിച്ചാലും അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? ഒന്നും ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പം ബിജുവാലടി പറഞ്ഞാലും ജോൺ ഗുരുനങ്ങൾ പറഞ്ഞാലും ON ഷമേൽ സാറ് പറഞ്ഞാലും ഏറ്റവും വലിയ 10 PhD ഉള്ള ആള് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? അപ്പോൾ പറയുന്ന ആളുടെ ആധികാരികതയല്ല ഇവിടെ പ്രാധാന്യം. പിന്നെന്താണ്? വചനത്തിന്റെ ആധികാരികതയാണ്. ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന്. അതുകൊണ്ട് ദൈവദാസന്മാരെ വിശ്വസിക്കേണ്ടെന്നല്ല ഞാൻ പറയാം, അവർ ആധികാരികമായിട്ടത് പറയണം, അത് അതിനകത്തൊരു കാര്യമാണ്. എന്നാൽ അവർ പറയുന്ന അങ്ങനെ തന്നെയോ. ഞാൻ ഈ ബ്രദറുകാരോടുള്ള ബഹുമാനം എന്നറിയാം. ഞാൻ ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതല്ല എങ്കിലും എനിക്കിതിനോടൊരു ബഹുമാനമുണ്ട്. എന്താണെന്നറിയാം? ഇവിടെ മാത്രം ആർക്കും ചോദ്യം ചോദിക്കും. ബ്രദറൻ സഭയിൽ ആരോടും എന്ത് ചെയ്യാം? ഇപ്പം ഞാനിവിടെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യമായാലും ഉപദേശിച്ച് അങ്ങനെ പോകരുത്, ഉത്തരം പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞാൽ ഉത്തരം പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റ് സഭകളിലോ പട്ടത്തെ സഭ മിണ്ടാൻ പറ്റില്ല, അത് അറിയേണ്ടെന്ന് പറയും. പിന്നെ മറ്റ് പാസ്റ്റർമാരൊക്കെയുള്ള സഭകളാണെങ്കിലോ മിണ്ടായിരുന്നോ ശപിച്ചുകളെ ഇല്ലേ മർമ്മ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ പറയും, കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഇവിടെ ഏത് വമ്പന്ന് ക്ലാസ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യം ചെയ്യാം. അതങ്ങനെ തന്നെയാണോ? എനിക്കത് ബോധ്യമായില്ല, അത് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ഒരു വലിയൊരു പല ഗുണങ്ങളുണ്ട്, ദോഷമുണ്ട്. ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇതാണ്: ദൈവവചനത്തെ അത് പഠിക്കുവാനും അതങ്ങനെ തന്നെ ചോദ്യം ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ പ്രാദേശിക സഭകളിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു മേന്മ തന്നെയാണ്. അതങ്ങനെ തന്നെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുകയും ചെയ്യട്ടെ. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ മാനുഷികമായ അധികാരങ്ങൾക്ക് മേലെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരം. ഇവിടെ സംഭവം നമുക്കറിയാം, വായിക്കണ്ട.
അപ്പോസ്തലന്മാരെ പിടിച്ച് ഇനിയും മേല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്ത് വിടുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ ഭയപ്പെടണമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏത് പ്രമാണങ്ങളെക്കാളും രാജ്യങ്ങളെക്കാളും അധികാരങ്ങളെക്കാളും മേലെയുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരവും അവിടുന്ന് പറഞ്ഞിട്ടുള്ള വചനം. ആ കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തെമ്പാടും പോയി സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ ദൈവത്തെക്കാളധികം മനുഷ്യനെ അനുസരിക്കണമോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ പ്രായോഗികമായൊരു തലം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മളുടെ സഭയുടെ, നമ്മുടെ കുടുംബത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ എല്ലാം അടിസ്ഥാനവും അധികാരവും എന്തിനായിരിക്കണം? ദൈവവചനത്തിനാകണം. ഈ ദൈവവചനത്തിന്റെ അധികാരത്തെ മനസ്സിലാക്കാത്തൊരു വ്യക്തി വചനപ്രകാരം എന്ത് ചെയ്യില്ല? പ്രായോഗികമാണ്. വചനപ്രകാരം എന്ത് ചെയ്യില്ല? ജീവിക്കത്തില്ല. അപ്പൊ ഇതിന്റെ ആധികാരികത മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യും. 2, ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കാത്ത ഒരു ഭർത്താവ് ഭാര്യയെ എന്ത് ചെയ്യില്ല? സ്നേഹിക്കുകയില്ല. ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കാത്ത ഒരു ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യത്തില്ല? കീഴടങ്ങിയിരിക്കത്തില്ല. ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കാത്ത മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയില്ല. ദൈവവചനത്തിന്റെ ആധികാരികതയും പ്രമാണത്തെയും മനസ്സിലാക്കാത്ത മാതാപിതാക്കൾക്ക് നല്ല പേരൻസായി ജീവിക്കാൻ പറ്റുകയില്ല. ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ആധികാരികമായി അറിയുകയും പാലിക്കുകയും ചെയ്യാത്ത ഒരു മൂപ്പന് സഭയെ യഥാർത്ഥമായി പരിപാലിക്കുവാൻ പറ്റുകയില്ല. ദൈവവചനത്തിന്റെ ആധികാരികതയുടെ മഹത്വം മനസ്സിലാക്കാത്ത ഒരു സുവിശേഷകനും തന്റെ ധർമ്മം ആധികാരികമായും വചനപ്രകാരവും നിർവഹിക്കുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രം ഞാൻ പറയാം. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സഭ, ഓരോരോ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരും ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കിയില്ല എങ്കിൽ, അതിന് കീഴ്പ്പെടുന്നില്ല എങ്കിൽ, ആ വ്യക്തിയും സഭയും ശുശ്രൂഷകളും എന്താണ്? ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലുള്ളതല്ല, അത് ദൈവത്തിന് പ്രസാദകരവും അല്ല. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിന്റെ ആധികാരികതയിലേക്ക് വരണം. വ്യക്തികളും കുടുംബങ്ങളും സഭകളും നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യേണ്ടുന്നത് ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അവനെത്ര പണമുണ്ടെന്നുള്ളതോ അവനെത്ര വലിയ കാറിൽ വന്നു എന്നുള്ളത് കൊണ്ടോ അല്ല ഒരുവന്റെ വാക്കിന് വില കൊടുക്കേണ്ടുന്നത്. സഭയിൽ അവന് സമൂഹത്തിൽ എത്ര സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളതാകരുത് ബ്രദറൻ സഭകളുടെ അധികാരത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അവരുടെ കുടുംബക്കാർ എത്ര പേർ എൻ്റെ സഭയിലുണ്ട് എന്നുള്ളതല്ല ദൈവവചനത്തിന്റെ അധികാരം. അത് ഡെമോക്രസിയിൽ അങ്ങനെയാണ്. എന്നാൽ ദൈവസഭയിൽ അധികാരം കൊടുക്കേണ്ടുന്നത് അവൻ ഒരുവനാണെങ്കിലും അവൻ വചനത്തിന്റെ അധികാരത്തിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, കർത്താവ് പറഞ്ഞതുപോലെ അവന് ചെവി കൊടുപ്പിനെന്ന് പറയുന്ന പോലെ ആ വാക്കുകളെ കേൾക്കുവാൻ തയ്യാറാകണം. മനസ്സിലാകുന്നു വിചാരിക്കാൻ. ഇതാണ് ഇതിന്റെ പ്രാധാന്യത. ഈ ആധികാരികത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ സഭ എന്റേതാണ്, പിന്നെ ഞാൻ പറയുന്നത് പോലൊക്കെ എന്ത് ചെയ്താൽ മതി. നമ്മുടെ പണ്ടത്തെ ഭാഷ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി അദ്ദേഹം പറയുന്ന വചനപ്രകാരമാണെങ്കിൽ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഈ നാടശൈലി ഉപയോഗിക്കുന്നത് നിങ്ങൾ തിരിതിരിക്കരുതേ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരിക എന്ന് മാത്രമല്ല, ഈ വചനത്തിൻ്റെ ആധികാരികത നമ്മൾ അറിയണം. ഈ വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കാതെ മറ്റു മതങ്ങൾക്ക് ഓരോ ഗ്രന്ഥമുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു ഗ്രന്ഥമുണ്ട്, ഇതൊരു ധാർമ്മികമായ മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, അതിലെ ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അഴകുഴമ്പൻ സമ്പ്രദായം നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത് ആത്മീകമായ മൂല്യച്യുതിക്ക് കാരണമായി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ ആധികാരികത വ്യക്തികളെക്കാൾ, പാരമ്പര്യങ്ങളെക്കാൾ, പദവികളെക്കാൾ, മാനുഷിക സമ്പ്രദായങ്ങളെക്കാൾ എല്ലാം മീതെയാണെന്നും ഈ വചനത്തിന് അതിൻ്റെതായ ആധികാരികത കൊടുത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ ആധികാരികത എന്താണ് എന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ ധരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത വിഷയം, ദൈവവചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ ആശയം ആത്മപ്രകാശനം അഥവാ ഇല്ലൂമിനേഷൻ എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ടു എന്താണ്? ഇൻസ്പിറേഷനെ കുറിച്ച് കണ്ടു. ഇൻസ്പിറേഷൻ ഇല്ലൂമിനേഷൻ രണ്ടും രണ്ടാണ്. ദൈവശ്വാസീയതയും
ആത്മപ്രകാശനവും രണ്ടും രണ്ടാ. ഇനി ആത്മപ്രകാശനം എന്താ? പറഞ്ഞോ, ക്ലാസ് അല്ലേ, പറഞ്ഞോ, ഉത്തരം പറഞ്ഞു. ആത്മപ്രകാശനം. പറ, എനിക്കൊരു പ്രകാശനം ഇല്ല ബ്രദറെ. എന്താ ഈ പ്രകാശനം? ആത്മപ്രകാശനം പരിശുദ്ധാത്മാവിന്റെ അത് തന്നെ. പരിശുദ്ധാത്മാവിന്റെ എന്തായാലും പരിശുദ്ധാത്മാവ് എന്താ? ഉത്തരം അറിയാം, കണ്ട ആൾക്കറിയാം. ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് നിങ്ങളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ ആത്മാവെന്ന് പറയാം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. അതെ. വേറെ എന്തെങ്കിലും ഒക്കെ ആശയങ്ങളൊക്കെ ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നുണ്ടേ. പറഞ്ഞു. പരിശുദ്ധാത്മാവ് നടത്തിപ്പ്. പരിശുദ്ധാത്മാവ് നടത്തുന്നവരല്ല. വേറെന്തെങ്കിലും? ആത്മാവിന്റെ പ്രകാശം. അത് ആത്മാവിന്റെ അതെന്താ ഈ പ്രകാശനം? പണ്ടൊരിക്കലേ ഈ നമ്മുടെ എല്ലാം വിഷയം എന്നറിയോ, നമുക്ക് ഈ കുറെ കാര്യങ്ങളല്ല, ക്ലിപ്തതയില്ല. ഈ പണ്ടൊരിക്കൊരു ഈ സമർപ്പണം, ക്രിസ്തീയ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്താ? സമർപ്പണം. എന്താ ഈ സമർപ്പണം എന്ന് പറയുന്നത്? അപ്പോൾ ഒരു പാസ്റ്റർ എടുക്കൽ, ഒരു സഭാവിശ്വാസം, പുള്ളിയുടെ വിഷയം എന്താ? സമർപ്പണം. പുള്ളി സമർപ്പണത്തെക്കുറിച്ച് അങ്ങനെയാണ്. പാസ്റ്റർ എന്താ ഈ സമർപ്പണം? അത് സമർപ്പണമാണ്. അല്ല, എന്താ ഈ അത് സമർപ്പണമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താ പാസ്റ്റർ അത് അങ്ങോട്ട് സമർപ്പിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു നിർവചനം നൽകാനായിട്ട് പറ്റുന്നില്ല. ഈ വിഷയം ഞാൻ പറയുമ്പോൾ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അറിയാം. പക്ഷേ ഓരോ ടേംസിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകുള്ളൂ. എനിക്ക് തോന്നുന്നു ആൾക്കറിയാം. ഞാൻ പരിശുദ്ധാത്മാ പറഞ്ഞു, വാക്യം കൂടെ പറഞ്ഞു, എല്ലാവരും വന്നു. പരിശുദ്ധ നിയോഗമുണ്ട്, നിയമനമുണ്ട്, ബോധ്യപ്പെടുത്തലുണ്ട്. ഇതാണ് പരിശുദ്ധ ആത്മപ്രകാശനം, അല്ലേ? ഓക്കെ, ഏതാണ്ടൊക്കെ ശരിയായി. ഞാൻ ആദ്യം അറിയാമെന്നൊക്കെ വിചാരിച്ച് കടുകയറിപ്പോയിരുന്നു. അവസാനം പറഞ്ഞ ഉത്തരം വളരെ ലളിതമാണ്. ആത്മപ്രകാശനം എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് ഇത് എന്ത് ചെയ്തു? പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തിയാണ് ദൈവത്തിന്റെ വചനം. അത് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ഇല്ലെങ്കിൽ പ്രവാചകന്മാര് എഴുതി വെച്ചു. അതിനെന്താ പറയുന്നത്? ദൈവശ്വാസി. ആത്മാവിനാൽ അവരെഴുതി. അതുകൊണ്ട് ബൈബിളിൽ തെറ്റില്ല. ആ ആത്മാവിനാൽ എഴുതിയതുകൊണ്ടും ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇതിനകത്ത് എന്തുണ്ട്? അധികാരമുണ്ട്, ആധികാരികതയുണ്ട്. ഇന്ന് ഈ വചനം ഒരുവൻ വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുവനെ സഹായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആത്മപ്രകാശനം. നടത്തിപ്പും ഇതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഏതാണ്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നല്ല. ഉത്തരം നമുക്ക് ഇങ്ങനെ ഒരു നിർവചനം പറയാം. അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് നിർവചനം വേണ്ടവർ എഴുതിയെടുത്തോളുക. ദൈവം വെളിപ്പെടുത്തുകയും എന്ന് പറയാം, ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പെടുത്തുകയും ദൈവഭക്തന്മാർ, അതായത് മോശ, അതുപോലെ തന്നെ യെശയ്യാവ്, യിരെമ്യാവ്, പൗലോസോ, പത്രോസോ, യോഹന്നാൻ തുടങ്ങിയ ഭക്തന്മാർ രേഖയാക്കുകയും ചെയ്ത ദൈവവചനം. അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് വായിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് മനുഷ്യർക്ക് പരമാർത്ഥമായി ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും സഹായിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ആത്മപ്രകാശനം. മിക്കവാറും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക, ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല, മിക്കവാറും ഡയലോഗ് ഉണ്ട്. എന്താണെന്നറിയാവോ? പ്രാർത്ഥനയിൽ നമ്മൾ ബൈബിൾ ക്ലാസ്സിനൊക്കെ മുമ്പ് നമ്മളൊരു പ്രാർത്ഥിക്കുമ്പം ഈ ഭാഗത്തില്ലേ, സൗത്തിലാന്ന് തോന്നുന്നു കൂടുതൽ, കർത്താവ് ഏതാത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകളെ തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ? ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതിന്റെ ആശയം ഇതാ: ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയ ഈ വചനം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആരുടെ സഹായം ആവശ്യമാണ്? മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുക, സയൻസോ ഹിസ്റ്ററിയോ സാമൂഹിക പാഠമോ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ദൈവവചനത്തിന്റെ പാഠങ്ങൾ വായിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരുവന് സാധ്യമല്ല. അതിനെയാണ് എന്ന് പറയുന്നത് ആത്മപ്രകാശനം. ആത്മപ്രകാശനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്. ഇതുകൊണ്ടാ പലർക്കും ഇത് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാ? ഇരുന്ന് വായനയാ, രാവോട് പകല് രായനയോട് വായനയാ. നീ വായിക്കുന്നു ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ വാലല്ലാത്ത എല്ലാം അളഹലാണെന്ന് പണ്ട് പറഞ്ഞതുപോലെയാണ്. ഒന്നും മനസ്സിലാകുന്നില്ല.
അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പലരും ബൈബിൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ പറയാറുണ്ട്, ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടൊന്നും വചനം പഠിക്കാൻ പറ്റത്തില്ല. തെറ്റിദ്ധരിക്കരുതേ. ബൈബിൾ സ്കൂളിൽ പോയാൽ എങ്ങനെ വചനം പഠിക്കാം, അതിൻ്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടും. പക്ഷെ ഇതിൻ്റെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് ആര് വെളിപ്പെടുത്തി തരണമെന്ന് ചോദിച്ചാൽ ആര് വെളിപ്പെടുത്തി തരണം? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകണം. മറ്റ് ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുന്ന പോലെ ബൈബിൾ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ ആശയം മനസ്സിലായി. ഇതിൻ്റെ 1-2 വിശദീകരണം ആവശ്യമാണ്. ആത്മപ്രകാശനം എന്ന് ഇനിയെങ്കിലും നമ്മൾ പറയുമ്പോൾ എന്താണ് ആത്മപ്രകാശനം എന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ നടത്തിപ്പാണെന്ന്. ആത്മാവിന്റെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തി എന്ത് ചെയ്യും? നേരായ ദിശയിലൂടെ നടത്തും. അതിനെ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പെന്ന്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ നടത്തിപ്പ് എങ്ങനെയാ? ദൈവവചനത്തിലൂടെയാണ്. ദൈവവചന പ്രകാരം അല്ലാതെ ഒരുത്തനെ വേറെ വഴിയിലൂടെ ദൈവം എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആണ്. എന്നാൽ ആത്മപ്രകാശനം എന്ന് പറയുന്നത് ആത്മ നടത്തിപ്പല്ല, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളും വിഭിന്നമായൊരു വിഷയമാണ്. ആത്മപ്രകാശനം എന്ന് ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ അതിൻ്റെ ആശയമുള്ളൂ. ദൈവവചനം നമുക്ക് കയ്യിൽ കിട്ടി. ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ ഇടപെടുന്നതിനെയാണ്, സഹായിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഇനി ഈ ആത്മപ്രകാശനം 2 വിധങ്ങളിൽ നമുക്കുണ്ടാകും. 2 വിധത്തിൽ ആത്മപ്രകാശനം. ഒന്ന്, നമ്മൾ സ്വയമായി ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? വായിക്കണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10 തൊട്ടുള്ള വാക്യങ്ങൾ. അപ്പം ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഇനിയും അതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 2-ന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ, ഇവിടെ 3 തരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സൗകര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉപദേശിച്ച് പൊണ്ടങ്ങാണ്ട് ഇവിടെ കണ്ട് ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ 3 മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. എൻ്റെ അവിടെ ഇരിപ്പുണ്ടാൾ, എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയെന്ന് പറയാം. എൻ്റെ ഈ വിഷയം മറന്നിട്ടില്ല, എവിടെയാ പ്രസംഗിച്ചുള്ള ഞാൻ മറന്നുപോയി, സൗകര്യം എന്ന് പറയും. ഒരാൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അപബോധം ഉണ്ടെന്ന് വിചാരിക്കാം. ചോദ്യം ചോദിക്കണ്ട, പേടിക്കണ്ട, ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇതിലേക്ക് വരാം. 3 തരം ആൾക്കാരെ കുറിച്ച് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് 3 തരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട്. ഏതൊക്കെയാണ്? ഈ പ്രാകൃതനാരാ? ആ ലോക മനുഷ്യൻ, പ്രാകൃതൻ. പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളും. എന്ന് പറഞ്ഞാൽ പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തവൻ, പ്രകൃതിദത്തമായ സ്വഭാവത്തോട് കൂടിയവൻ എന്നാണ് ആ വാക്കിന്റെ അതിന്റെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാകൃതമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിക്കുന്ന പാപ സ്വഭാവത്തിലാണ്. പാപ സ്വഭാവത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനെ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തൊരുവനാണ്. പിന്നീട് ഒരുത്തനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെ ആരാണ്? ജഡീകൻ. അതാരാണ്? രക്ഷിക്കപ്പെട്ടവനാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വചനത്തെ അനുസരിച്ച് ജീവിക്കാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ജഡീകൻ. രക്ഷിക്കപ്പെട്ടവനാണ്, സഹോദരനാ, പക്ഷെങ്കിൽ ജഡീകനെ രക്ഷിക്കപ്പെടാത്തവനെ പോലെ ജീവിക്കുക. ഇനിയും 3-ാമത്തെ കൂട്ടരാണ് ആരാത്മികൻ. അതായത് രക്ഷിക്കപ്പെട്ട് വചനമനുസരിച്ച് ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരുവനാണ് ആരെന്ന് പറയുന്നത്? ആത്മീകൻ. ഈ 3 തരം ആൾക്കാർ. ഇനി 1-ാമത്തെ, നമ്മുടെ വിഷയം അതല്ല, 1-ാമത്തെ ആളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, നമുക്കിത് ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവമക്കൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ നമ്മൾ ഈ സുവിശേഷ ആൾക്കാരോട് എത്രയോ പ്രാവശ്യം ഇവർക്കെന്നെ മനസ്സിലാകാത്ത. എന്നോടൊക്കെ ഒരു 1000-ത്തിലധികം പ്രാവശ്യം പറയുന്ന സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എനിക്കിത് കത്തി, നമ്മുടെ ഭാഷ ബൾബ് കത്തി എന്ന് പറയുന്ന പോലെ. മനസ്സിലല്ല, എത്രയോ പേര് സുവിശേഷം ചോദിച്ചാനേ, ചോദിച്ചാനെ കണ്ട് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പുള്ളി മേലെ കിടക്കുക, ഞങ്ങളുടെ സഭയിലെ മൂപ്പനാ. എൻ്റെ അടുത്തൊന്ന് സുവിശേഷം പറയാം. ഞാൻ കുറേ തർട്ടാമാർക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും.
അവസാനം പറയും, മോനെ നീ രക്ഷിക്കപ്പെട്ടില്ല, നരകത്തിൽ പോകൂടാ. ഞാൻ പറഞ്ഞു, ഗാന്ധിജി പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകണ്ട. അങ്ങനെ കുറേ മുട്ടാത്തർക്ക ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. എന്നാൽ നമുക്ക് ഇതേക്കുറിച്ച് ഗ്രാഹ്യമില്ല. നമ്മൾ ക്രിസ്ത്യാനി എന്നുണ്ടല്ലോ, വചനത്തിൻ്റെ സത്യങ്ങളോ ആത്മരക്ഷയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചൊന്നും കാര്യമായ ഗ്രാഹ്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് 91 മാർച്ച് മാസം 26-ാം തീയതി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ എന്താക്കി? ബോധ്യമാക്കി. ഞാൻ പാപിയാണെന്ന് മനസ്സിലായി. ഒരു പ്രകാശം വന്നു. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഒരു മനുഷ്യൻ, ഒരു പാപിയുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്ന പ്രവൃത്തി ആത്മപ്രകാശനമാണ്. എന്ത് പ്രകാശനമാണ്? ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ എന്ത് ചെയ്യും? ബോധ്യമാക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൂടാതെ സൺഡേ സ്കൂളിൽ വന്ന് തത്ത പറ, ഞാൻ പാപിയാണ്, ഞാൻ സ്വീകരിക്കും, സ്വർഗത്തിൽ പോകത്തില്ല. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം. നമുക്ക് രക്ഷിക്കപ്പെടുത്താൻ പറ്റുകയില്ല. നമുക്ക് മുഖാന്തരങ്ങളായി മാറാം. മനസ്സിലായോ? ഒരു ദൈവദാസന് ദൈവവചനം എനിക്ക് പറഞ്ഞു കൊടുക്കാം. പിള്ളേരെ നിർബന്ധിച്ച്, മോനെ നീ രക്ഷിക്കപ്പെടുന്ന എങ്ങനെ? നീ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, പിടിച്ചോ, നീ സ്വർഗം. അങ്ങനെയാണെങ്കിൽ കത്തോലിക്കരൊക്കെ എത്രയോ അവരെല്ലാം സ്വർഗത്തിൽ, നമ്മളെ കാട്ടിലും പിടുക്കരായിട്ട് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷ ഉണ്ടാകണമെങ്കിൽ സൺഡേ സ്കൂളിൽ രക്ഷിക്കപ്പെടുന്ന ഒരു മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മൾ പ്രാർത്ഥനയോട് ഇടപെടുമ്പോൾ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാറുണ്ട്. അവരിങ്ങോട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അതൊക്കെ പ്രവർത്തനം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് വേണം, ആത്മാവിൻ്റെ പ്രകാശനം ഉണ്ടായിട്ട് വേണം രക്ഷിക്കപ്പെടും. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം. ഞാൻ ഇങ്ങോട്ട് സത്യം പറയാം. ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ശകല അഹങ്കാരം ഉണ്ടായിരുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമൊക്കെ ചോദിച്ച് ഉത്തരം പറയാം. ഇപ്പോൾ സയൻസ് പരമായിട്ട് ബൈബിൾ പ്രൂവ് ചെയ്യാം, ചരിത്രപരമായിട്ട് പ്രൂവ് ചെയ്യാം, പുരാവസ്തു ഗവേഷണപരമായിട്ട് പ്രൂവ് ചെയ്യാം. ഒത്തിരി എവിഡൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു വന്ന ഉടനെ എൻ്റെ ഒരു ചിന്ത, എൻ്റെ കൂടെ സെക്കുലർ കോളേജിൽ പഠിച്ച കൂട്ടുകാരെടുക്കലും ഞങ്ങളുടെ നാമധേയ ക്രൈസ്തവരായ കുടുംബാംഗങ്ങളുടെ ഒക്കെ അടുക്ക പോയി സുവിശേഷം പറഞ്ഞ് എല്ലാവരെയും ഞാൻ നേടുമെന്നുള്ള വലിയ ആവേശത്തിൽ ഞാൻ വന്നു. ആത്മാർത്ഥത്തോടെ, ചുമ്മാ പറയുന്നില്ല, ശകല അഹങ്കാരമുണ്ട്, അപ്പോൾ ഒരു ആത്മാർത്ഥ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ ഒക്കെ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവരെല്ലാം നേടാമെന്ന്. അതിൽ എൻ്റെ അമ്മയ്ക്ക് 5 സൗകര്യമായിരുന്നു. അതൊരു ശകലം വിദ്യാഭ്യാസം ബോധമൊക്കെ ഉണ്ടെന്നുള്ള ഒരു മാവി, അമ്മയുടെ അനുജത്തി സുവിശേഷം പറഞ്ഞു. മോനെ നീ പറയുന്നില്ല, ഞാൻ ചരിത്രമൊക്കെ വെച്ച് ജോസീഫസ് ഇത് ചരിത്രമൊക്കെ വെച്ച് ബൈബിള് പറത്തുക 1-2 മണിക്കൂർ. പുള്ളിക്കാർ കേൾക്കാനും താല്പര്യം. മോനെ നീ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാണെങ്കിൽ കൊച്ചമ്മയെ ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടുകൂടെ? അപ്പം മോനെ എന്നാണ് നിന്റെ കല്യാണമെന്നോ? ഞാൻ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ സൂചനം പറഞ്ഞുകൊണ്ടിരിക്കുക. 1-2 മണിക്കൂറായിട്ട് ചരിത്രം, ശാസ്ത്രം, പുരാവസ്തു എന്ന് വേണ്ട നമ്മുടെ അറിവെല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ സുവിശേഷം. ഞാൻ വിചാരിച്ച് ഇന്ന് കൊച്ചമ്മയെ നേടിയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചമ്മ ഇങ്ങോട്ടിരിക്കുക. എങ്കിൽ പിന്നെ ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യമായെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെട്ടുകൂടെ? കർത്താവിനെ സ്വീകരിച്ചുകൂടെ? ഇന്നും ഗുണം പിടിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, അന്ന് എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, എടാ മോനെ, നിന്റെ ഈ ബുദ്ധി കൊണ്ടൊന്നും ഒരുത്തനെ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ പ്രസംഗത്തിൻ്റെ പാടവം കൊണ്ടും ആരും രക്ഷിക്കപ്പെടുകയില്ല. നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ചില ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഹൃദയകവാടം തുറക്കുവാൻ പ്രവർത്തിച്ചിട്ടല്ലാതെ, ഞാൻ ആകർഷിച്ചിട്ടല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് പോലെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അനിവാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യമായി അവൻ ആത്മപ്രകാശനം അനുഭവിക്കുന്ന സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മരക്ഷയുടെ സമയം. ഇനി ഒന്നും വേണ്ട, നിങ്ങളുടെ ആത്മരക്ഷ ഒരു ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കിയേ. കേട്ടുടനെ സ്വീകരിച്ച് എത്ര പേരുണ്ട് ഇവിടെ? എത്ര എണ്ണത്തിന് ഓടിച്ചു വിടറുണ്ടല്ലേ? എത്രയൊക്കെ മുട്ടാത്തർക്കം. ഒരു ദിവസം ഓർക്കുന്ന രക്ഷിക്കപ്പെട്ട ദിവസത്തേക്കൊന്ന് പോയേ. എടാ, അന്ന് ആ സുവിശേഷം വന്ന് കത്തിയല്ല, പ്രസംഗം കേട്ടപ്പോൾ നമുക്കൊരു വെളിച്ചം ഉണ്ടായി. അത് ആത്മപ്രകാശനത്തിന്റെ ആദ്യപടി. മനസ്സിലായെന്ന് വിചാരിക്കുക. ഇനി വേറെ 1-2 വിശദീകരണ വിഷയത്തിൽ ആവശ്യമുണ്ട്. നമ്മൾ സ്വയമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആത്മപ്രകാശനം ഉണ്ടാകും. കൂടാതെ മറ്റൊരാൾ പൊരുൾ തിരിച്ചു തരുമ്പോഴും എന്തുണ്ടാകും? ആത്മപ്രകാശനം ഉണ്ടാകും. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എത്യോപ്യയിലെ മനുഷ്യൻ ഇങ്ങനെ തേരിൽ പോവുകയാണ്. അവൻ എന്നാ വായിച്ചുകൊണ്ടിരിക്കുക? യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പോസ് ഓടി തേരിനോട് അടുത്ത് എന്നിങ്ങനെ നടക്കുക. അപ്പോൾ ചോദിച്ചു, എടാ മനുഷ്യ, ഞാൻ നാടൻ ഭാഷ, നീ ഗ്രഹിക്കുന്നു? അവൻ എന്നാ പറഞ്ഞ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ. ഞങ്ങളുടെയൊക്കെ നാമധേയ ക്രൈസ്തവ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ രാത്രി ഇരുന്ന് നാമം ജപിക്കുന്ന പോലെ ഇരുന്ന് വായിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വായിക്കുന്നു വല്ലതും ഗ്രഹിക്കുന്നുവോ? വല്ലതും ഗ്രഹിച്ചിട്ടാണോ? ചുമ്മാ ഇരുന്ന് വായിക്കുക. ഇനിയും അവരെയൊക്കെ വീട്.
ഇന്നലെയൊക്കെ ഇരുന്ന് വായിച്ചില്ലേ വീട്ടിൽ? ഇതെല്ലാം ഗ്രഹിച്ചോ? ചോദ്യമാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല, ഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം അനിവാര്യമാണ്. ഒരു കാര്യം ചേർത്ത് പറയട്ടെ, നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ ക്വാളിഫിക്കേഷനോ ഇതൊരു മാനദണ്ഡമല്ല. പിന്നെ അറിവൊക്കെ ഉണ്ടെങ്കിൽ മറ്റു പല ചരിത്രവും ശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കി ഇതിൻ്റെ കുറെ തെളിമയോടുകൂടെ മനസ്സിലാക്കുവാൻ അതൊരു സഹായകരമാകും എന്നുള്ള വസ്തുത ഞാൻ വിസ്മരിക്കുന്നില്ല. എങ്കിലും ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കുവാൻ എന്തിൻ്റെ ആവശ്യകതയില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല. ഞാനത് പൂർണ്ണമായ തിരിച്ചറിവോടുകൂടെ പറയാം. ആലടിയിലുള്ള സഭയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. സാധാരണ 8ാം ക്ലാസ് വരുമ്പോൾ അക്ഷരം കൂട്ടി വായിക്കാരാണ്. അവിടെ വചനത്തിൽ പ്രകാശനമുള്ള ആൾക്കാരാരാന്ന് വെച്ചാൽ അധികം പേര് ഈ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ആൾക്കാരാണ്. ഡിഗ്രിക്കാരെ കൊണ്ട് ഏതപ്പാന്ന് പറയാൻ കോതമംഗലം എന്ന് പറയുന്ന ആൾക്കാരാണ്. തമാശായിട്ട് പറഞ്ഞല്ല, സാധാരണ ചില ആൾക്കാരുണ്ട്. അവരൊക്കെ വചനത്തിൽ പറയുന്ന അഗാധമായ അറിവുകൾ അത് അവർണ്ണനീയമാണ്. ബൈബിൾ സ്കൂളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവർക്കത് ഗ്രഹിക്കാനുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വന്ന് 2 മണി 3 വരെ ചോദിച്ചു, ബിജ ഇതിൻ്റെ അർത്ഥം എന്നാ? അവർ സ്ഥിരമായിട്ട് വചനം വായിക്കുകയും അവർ ആരാധനകളിൽ വന്ന് പ്രബോധനങ്ങൾ പറയുകയും വചനത്തിൻ്റെ അറിവുകൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എന്താണ്? പ്രകാശനമാണ്. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവാത്മാവിൻ്റെ പ്രകാശനം കൂടാതെ ദൈവവചനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പ്രാകൃത മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, വചനം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വിശ്വാസിക്കാണോ അവിശ്വാസിക്കാണോ? ഒന്നും കൂടെ ലളിതവൽക്കരിച്ച് ചോദിച്ചാൽ, ഒരു നിരീശ്വരവാദിക്കാണോ ബൈബിൾ കൂടുതൽ അറിയാവുന്നത്, അതോ ഒരു വിശ്വാസിക്കാണോ അറിയാവുന്ന? ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിരീശ്വരവാദിക്കാണോ ബൈബിൾ കൂടുതൽ അറിയാവുന്നത്, അതോ ഒരു വിശ്വാസിക്കാണോ? നിങ്ങൾ ശരിക്കും ഒരു നിരീശ്വരവാദിയെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ടിട്ടില്ല. ആ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ച് നിങ്ങൾ ഈ വർത്താനം പറയത്തില്ല. അറിയാവുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കിയെന്നുള്ളതല്ല വേറെ വിഷയം, അറിയാവുന്നത്. എൻ്റെ കോളേജിൽ പഠിച്ച ഒരു DYFIയുടെ ഒരു നേതാവുണ്ട്, കത്തോലിക്കനാണ്, എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹ സംവാദങ്ങൾ ഇടപെടാം. വടക്കിനല്ല സ്നേഹിതൻ, അല്ല കുടുംബം. എന്തൊരു ആവശ്യമുണ്ടല്ലോ അവനോട് വരും, വേറൊരു കാര്യം. ഞങ്ങൾ തമ്മിൽ അത്ര ഒരു ഹൃദ്യമായ ബന്ധം സെക്കുലർ കോളേജ് പഠിക്കുമ്പോൾ തൊട്ടുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു. ചിലപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്, എന്നെക്കാട്ടിലും അറിവുവനാണ്. എന്നർത്ഥത്തിലാണെന്നറിയാം, വചനത്തിന് അറിയത്തിലല്ല. പഴയ നിയമത്തിൽ ചില പൊരുത്തക്കേടുകൾ അങ്ങനെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇത്ര സംഖ്യ പറഞ്ഞിട്ടുണ്ട്, 2 ദിനവൃത്താന്തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശർമ്മൻ്റെ പുസ്തകം ഇങ്ങനെ കൃത്യം റെഫറൻസ് കൂടെ അവൾ പറയുന്നത്. ചേട്ടാ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് പോലും ഞാൻ പിന്നെ തപ്പിപ്പിടിച്ചാൽ കണ്ടെത്തുന്നത് ഈ റെഫറൻസായി. ഇവനതൊക്കെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള പഠിതാക്കളെ കണ്ടുള്ള നിരീശ്വരവാദികളോട് സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് ബൈബിൾ അറിയാം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകമുള്ള സംഭവങ്ങളൊക്കെ അവർക്കറിയാം. തർക്കമുണ്ട പറയാം കേട്ടോ, ഇത് ക്ലാസ് ആയതുകൊണ്ട് സംശയമുണ്ടോ ചോദിക്കണം. ശരിയല്ലേ? അപ്പൊ പിന്നെ ഇവരെങ്ങനെ ആത്മപ്രകാശനത്തോടു കൂടെയാണ് അത് മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ഇതെന്താ അറിവാ? ഞാൻ ഇത്രയും നേരം പറഞ്ഞു ആത്മപ്രകാശനം കൂടാതെ വചനം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ അവിശ്വാസിക്ക് നിരീശ്വരവാദിക്ക് ആത്മാവുണ്ടോ? ഇല്ല. പിന്നെ അവനിതെങ്ങനെയാ മനസ്സിലാക്കിയത്? അതെന്ത് അറിവാണ്? ഉത്തരം ശരിയാ. അതെങ്ങനെ മനസ്സിലാക്കിയേ? മാനുഷികമായ ഞാൻ അതിന് ഒന്നിൻ്റെ തെളിവ് പറയാം. നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കി. നിക്കോദീമോസ് വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? അങ്ങനെ പറയല്ലേ. ഒന്നും മനസ്സിലായില്ലെന്ന് എന്നോട് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അതൊക്കെ ചിലത് മനസ്സിലായി. എന്താ മനസ്സിലായത്? അവൻ ഒരു ജനനം അറിയാം. എന്ത് ജനനമാണ്? ഭൗതികമായ ജനനം. അതുകൊണ്ടാണ് ചോദിച്ചാൽ, വൃദ്ധനായ ശേഷം ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ? അപ്പോൾ അവന് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? അതിൻ്റെ അക്ഷരം മനസ്സിലായി. അക്ഷരത്തിന്റെ പിന്നിലെ ആത്മാവ് അവൻ എന്ത് ചെയ്തില്ല? മനസ്സിലായില്ല. ഇതിനെക്കാട്ടി നല്ല ഉദാഹരണമാണ് അടുത്തത്. ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് സന്ദർഭോചിതമായി സുവിശേഷം പറയുവാൻ കർത്താവിനെ പോലെ ആരുമില്ല. ഓരോ സന്ദർഭത്തിലൊക്കെ ചെന്ന് സുവിശേഷം പറയും. അപ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരാണ്ട് വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നാടൻ ഭാഷയും വെള്ളം കോരാൻ വന്നാ സഹോദരി, നിനക്കറിയാം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ സ്ത്രീയുടെ മറുപടി എന്നായിരുന്നു? എന്നാ എനിക്ക് വേണം, ഞാൻ എന്നും കുന്ന്, നാടൻ ഭാഷയിൽ പറയും, എന്നും കുന്ന് ഇവിടം വരെ ഒന്ന് കോരാതിരിക്കാൻ അതെനിക്ക്
ഈ ശമരിയക്കാരി സ്ത്രീക്ക് വല്ല മനസ്സിലായോ? ഹലോ, മനസ്സിലായി. എന്ത് മനസ്സിലായി? വെള്ളം കൊടുക്കാൻ കഴിവുള്ള ആളാന്ന് മനസ്സിലായി. പിന്നെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൾക്ക് മനസ്സിലായി കർത്താവ് ഏതോ വാട്ടർ അതോറിറ്റിയുടെ ആളാ. അതങ്ങനെ മനസ്സിലായി. ഇന്നത്തെ ഭാഷയെ പറയാണേ, സൗകര്യമാർ വെള്ളമില്ലെങ്കിൽ എന്ത് പെടാപ്പാടല്ലേ. അയ്യോ, വേറെ എന്തോ ഒരു സഹിക്കും. വെള്ളമില്ലെങ്കിൽ പണി മുടക്കും. ഈ സ്ത്രീ വെള്ളം ചുമക്കാൻ വേണ്ടി ഇങ്ങനെ പണ്ടൊക്കെ ഈ വെള്ളമില്ലാത്ത സ്ഥലത്ത് തലച്ചുമണ്ട് പോയിട്ടുള്ള അമ്മച്ചിമാർക്ക് എന്ത് പാടാ. ഇപ്പോഴെല്ലാം ഓണാക്കിയ നമ്മുടെ സംവിധാനം. പണ്ടങ്ങനല്ല, തലച്ചുമണ്ട് വെള്ളം കൊണ്ടുവന്നവർക്ക് എന്ത് പാടാ. ഈ സൗകര്യം ഇങ്ങനെ വെള്ളം കോരാൻ. കർത്താവ് പറയാ, ഞാൻ ഇവിടെ വിചാരിച്ചു, എൻ്റെ സങ്കടവും പ്രശ്നമൊക്കെ ഇത്രയും നേരം വെള്ളവും ഈ കുടവും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കോരാതിരിക്കുവാൻ വാട്ടർ വിട്ടാളാ, നാളെ എൻ്റെ വീട്ടിലേക്ക് ഒരു പൈപ്പ് കണക്ഷൻ തരുമെന്ന് വിചാരിച്ചിരിക്കുക. അവർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വെള്ളത്തെക്കുറിച്ച് മനസ്സിലായി. കർത്താവ് എന്ത് ജലത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തൊരു നാടൻ ചൊല്ലുണ്ട്, ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് തിരിയും. ഇതാ അതിൻ്റെ വ്യത്യാസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മപ്രകാശം ഇല്ലാത്തവന് ബൈബിൾ മനസ്സിലാക്കാവോ എന്ന് ചോദിച്ചാൽ നമ്മളെക്കാട്ടിലും അറിവ് അവർക്കുണ്ടാകാം. റെഫറൻസുകൾ പറയും, പൊരുത്തക്കേടുകൾ കണ്ടെത്തും. ഇതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം അനിവാര്യമാണ്. നിക്കോദീമോസ് മനസ്സിലാക്കിയതുപോലെയോ ശമരിയക്കാരി സ്ത്രീ മനസ്സിലാക്കിയതുപോലെയോ ഒരു ബൈബിളിന്റെ ആശയങ്ങളുടെ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ യഥാർത്ഥമായ പൊരുൾ തിരിച്ചറിയണമെങ്കിൽ ആര് സഹായിക്കണം? പരിശുദ്ധാത്മാവ് സഹായിക്കണം. അപ്പോൾ ആത്മപ്രകാശനം എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ ആശയം ഇത്രമാത്രമാണ്. ഒരുവൻ വചനം വായിക്കുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ വെളിപ്പാടായി ബൈബിൾ, ഒരുവൻ ആ വചനത്തിൽ തെറ്റുകൾ കൂടാതെ ദൈവശ്വാസീയമായി എഴുതി കിട്ടിയ വചനം, ആധികാരികമായി ഈ വചനം ഇന്ന് ഒരുവൻ വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ആ പ്രകാശനത്തെയാണ് എന്നു പറയുന്നത് ആത്മപ്രകാശനം എന്ന് പറയുന്നത്. ക്ലിയറായെന്ന് വിശ്വസിക്കാൻ. അപ്പോൾ ഇനി എപ്പോൾ ബൈബിൾ വായിക്കാൻ ഇറങ്ങി തുരിഞ്ഞോ, ഇത് തുറന്നിരിക്കുമ്പം പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എനിക്കിത് മനസ്സിലാക്കി തരണം. ഇല്ലാതെ മല്ല് പിടിച്ചിരുന്ന് ഞാനിപ്പോ അങ്ങ് പഠിച്ചു കളയെന്ന് വിചാരിച്ചാൽ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നിന്റെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഇതൊരു അത്ഭുത സംഭവം കേട്ടോ. ഞാൻ ഈ ബൈബിൾ സ്കൂളിലൊക്കെ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഭയങ്കര ആവശ്യക്കാരനായിരുന്നു. ഉടനെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം. ഞാൻ ആദ്യമായിട്ട് പെരുമ്പാവൂരുള്ള GTC എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് പഠിക്കാൻ വന്നത്. 2 വർഷം ഞാൻ ആദ്യം ചോദിച്ചവിടെ 1 വർഷം ഉണ്ടോ, കാരണം ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിച്ച BCom, വലിയ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒക്കെ ഇത്രയും വലിയ പുസ്തകമൊക്കെ 2 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുന്നല്ലേ. ബൈബിൾ ചെറുതേ, എൻ്റെ വീട്ടിൽ ചെറിയ വീട്. ഇത് 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ച ആവേശത്തെല്ലാം ബൈബിൾ സ്കൂളിൽ ചെന്നു. അവിടെ ചെന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായത് കളി വേറെയാണെന്ന് മനസ്സിലായി. 2 വർഷം പഠിച്ചിട്ട് ഒരു ഓളം കിട്ടുന്നില്ല, വായിച്ചിട്ട് മനസ്സിലാകുന്നുമില്ല, ഒന്നും പിടികിട്ടുന്നില്ല. വേണ്ട പറഞ്ഞാൽ വെടി വെച്ചാൽ പുകയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പിടിട്ടുന്നത്. അപ്പോൾ ചില സഹോദരന്മാരൊക്കെ ഭയങ്കരമായിട്ട് വചനം പറയുന്നു, അവർക്ക് നമുക്ക് വിശദീകരിച്ച് നൽകുന്നു. എന്നെ ആകപ്പാടെ ചലഞ്ച് ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുമല്ലോ, രാത്രികളിൽ ഉറക്കമില്ലാതെ മുട്ടേക്കുത്തി എന്ന് വായിക്കരുത്. ഇത് നമുക്കൊരു വെല്ലുവിളിയായി പോയി. മുട്ടേക്കുത്തി എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ചിലപ്പോൾ മോനെ നിങ്ങളടുത്ത് കുറച്ചു നേരം ഉറങ്ങാൻ പറയും. ചിലടത്ത് പഠിക്കുന്നില്ല വിഷയം, നീ വായിച്ചത് മതി, കുറച്ചു നേരം ഉറങ്ങിയിട്ട് വായിക്കാൻ മതി. അവർ അത്ര ആവേശമായിരുന്നു. ഈ 2 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലെന്ന് പറയാം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 2 വർഷം പത്തനംതിട്ട ബൈബിൾ കോളേജിൽ പോയി. അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും കിട്ടുന്നില്ല. പിന്നെ MTH ചെയ്യാൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ 2 വർഷം, 5 വർഷം പഠിച്ചാണ്. അവിടെ നിന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിലായി. അവിടെ നിന്നെല്ലാം ഞാൻ പഠിച്ചത് എങ്ങനെ വചനം പഠിക്കാമെന്ന് മനസ്സിലായി. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പോയാൽ വചനം പഠിക്കാന്നുള്ള തെറ്റിദ്ധാരണയാണ്. പിന്നെ ബൈബിൾ സ്കൂളിലൊക്കെ പോയത് കൊണ്ട് എങ്ങനെയാണ് ക്രമീകൃതമായി പഠിക്കേണ്ടുന്നത് എന്ത് ചെയ്തു മനസ്സിലായി. അതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പോകാത്തവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആത്മാവിന്റെ സഹായത്തോടുകൂടെ ദൈവവചനത്തെ ഗൗരവത്തോടുകൂടെ പഠിക്കുന്ന ഒരാൾക്ക് ആത്മപ്രകാശനത്തോടുകൂടെ ദൈവവചനം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് പലരും വിചാരിച്ചു വച്ചിരിക്കുന്ന ആത്മപ്രകാശനം ചിലർക്ക് വേണ്ടി കുത്തകയായിട്ട് എഴുതി വെച്ചല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മപ്രകാശനം എന്താണ് എന്നുള്ള വിഷയം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കാം. ഇനിയും ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പാട്, ദൈവശ്വാസീയത,
തെറ്റില്ലായ്മ, ആധികാരികത, അതുപോലെ തന്നെ ആത്മപ്രകാശനം. 5 കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കാം. ക്ലിയർ ആയല്ലോ അല്ലേ? സംശയമില്ലല്ലോ. ഇനിയും അടുത്ത വിഷയം വ്യാഖ്യാനം എന്നുള്ളതാണ്. വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ചോദ്യം, ആത്മപ്രകാശനം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വ്യാഖ്യാനം ആവശ്യമായിരിക്കുന്നത്? ഇത് രണ്ടും റിലേറ്റഡ്, വളരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ദൈവവചനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്നത്തിന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത? ക്ലാസ് ആയതുകൊണ്ട് ഉത്തരം പറയാം. ഞാൻ ഈ ഒറ്റവാക്കി പറഞ്ഞു പോകാത്തത്, മോണോലോഗായിട്ട് പോകാതെ ഡയലോഗ് ആകുന്നതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ ക്ലാസ് പ്രസംഗം പോലെ നമ്മൾ ഗ്രഹിക്കണം. ഞാൻ പറയുക, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, 1-2 ആശയങ്ങളെ പഠിച്ചുള്ളെങ്കിൽ ഗ്രഹിച്ചു പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇനി വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ? ആത്മപ്രകാശനം എന്നാന്ന് മനസ്സിലായി. ഇനി വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അടുത്ത് ഇന്നലെ ആരോ വന്ന് ഹെർമനറ്റിക്സിൻ്റെ കാര്യം, ഇവിടെ ആരോ സൗരന്മാരൊന്ന് ചോദിച്ചു. ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ് ബൈബിളിയോളജിക്കകത്ത് ഹെർമനറ്റിക്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്. വിശദീകരിക്കാൻ തരവില്ല, എന്താണെന്ന് മാത്രമേ പറയാൻ ഈ ക്ലാസ് തരവുള്ളൂ. എന്താ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകത? ഇല്ല, വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ പക്ഷം നിങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ? ബൈബിൾ കമൻട്രീസ്, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അതെന്താ ചെയ്യുന്നത്? ജോജ, കൂടുതൽ ഗ്രഹിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് കമൻട്രീസ്. ഓക്കെ, വെരി ഗുഡ്. അതാണ് അതിൻ്റെ കമൻട്രിയുടെ പർപ്പസ്, അതാണ്. ഓക്കെ, അതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം, നമുക്ക് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞു, ആത്മാവിൻ്റെ പ്രകാശനത്തെ നമുക്ക് വചനം മനസ്സിലാക്കും. അങ്ങനെയാണ് പിന്നെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ കമൻട്രിയുടെ ഒക്കെ ആവശ്യം എന്നാന്നേ തന്നെ വായിച്ച പോരെ. ഈ പുള്ളി ഞങ്ങളെ കുഴപ്പിക്കുമല്ലേ? അതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി കണ്ടു. ആത്മപ്രകാശനം 2 നിലകളിലുണ്ടാകാം. ഒന്ന്, സ്വയമായി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആത്മപ്രകാശനം ഉണ്ടാകും. മറ്റൊന്ന്, മറ്റൊരാൾ നമുക്ക് പൊരുൾ തിരിച്ചു തരുമ്പോഴും എന്തുണ്ടാകും? ഉദാഹരണമായത്, എനിക്ക് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പൊരുൾ തിരിച്ചു തന്നു. ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആത്മപ്രകാശനം ഉണ്ടാകുക. ഒരു വിഷയത്തിന്റെ സത്യങ്ങൾ ആത്മാവിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാനോ വേറെ ദൈവദാസനോ ഒരു സാധാരണ വിശ്വാസിയോ അദ്ദേഹം ഗ്രഹിച്ചൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു തരുമ്പോൾ അവർക്കും എന്തുണ്ടാകുന്നുണ്ട്? ആത്മപ്രകാശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആത്മപ്രകാശനം 2 നിലകളിലാണ്. സ്വയമായി വായിക്കുമ്പോഴുണ്ടാകും, ഒപ്പം മറ്റൊരാൾ ദൈവവചനം വായിച്ച് വ്യാഖ്യാനിച്ച് നമുക്ക് നൽകുമ്പോഴും ആത്മപ്രകാശനം ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യകത പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥവും ആശയവും കുറച്ചും കൂടെ വ്യക്തമാകും. സമയത്തിൻ്റെ ഒരു ക്ലിപ്ത വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമായിരിക്കുന്നത്? വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ ആശയം പറഞ്ഞാൽ, വേറൊരു കാര്യം പറയട്ടെ. ഷേക്സ്പിയറുടെ കഥകൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മക്ബത്ത്, ഓഥല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ലിറ്ററേച്ചർ ഫീൽഡിൽ നിന്ന് ഉണ്ട്? വായിച്ച ഇംഗ്ലീഷിലാണ്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒറിജിനൽ ഷേക്സ്പിയറുടെ കഥകൾ? ഇംഗ്ലീഷിൽ തന്നെ വായിച്ചോ അതോ മലയാളത്തിൽ വ്യാഖ്യാനം വായിച്ചോ? ഇംഗ്ലീഷിൽ തന്നെ വായിച്ചപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ മനസ്സിലായോ? കുറെ കോളേജിൽ പഠിക്കാൻ വേണ്ടി പഠിച്ചു. ഈ കാലത്തിൽ എത്ര വലിയ ഇംഗ്ലീഷ് മാസ്റ്റർ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം, ശശി തരൂർ സാറിൻ്റെ കൊണ്ട് കൊടുത്താലും ശലം പാടാം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, കാരണം ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഷേക്സ്പിയറൻ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഡിക്ഷണറി തന്നെയുണ്ട്. അതായത് ഷേക്സ്പിയർ ഉപയോഗിച്ച കാലഘട്ടത്തിലെ ഓരോരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ വിശദീകരിക്കുന്ന ഡിക്ഷണറി തന്നെ, ഷേക്സ്പിയറൻ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഡിക്ഷണറി തന്നെയുണ്ട്. അപ്പോൾ അത് ഭാഷ അറിയാൻ മേലാഞ്ഞിട്ടല്ല, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, മറിച്ച് ആ എഴുത്തുകാരും
അതുപോലെ തന്നെ ഇന്ന് ജീവിക്കുന്നവരും തമ്മിൽ എന്തുണ്ട്? വലിയ അന്തരമുണ്ട്. ഒന്നും കൂടി ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, ശങ്കരക്കുറുപ്പിൻ്റെയോ അല്ലെങ്കിൽ തകഴിയുടെയോ ഒക്കെ കഥകൾ വായിച്ചവരുടെ പഴയ ആൾക്കാരുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായും കാണും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ വായിച്ചാൽ എന്ത് കിട്ടത്തില്ല? ഒരെത്തുംപിടിയും കിട്ടത്തില്ല. കാരണം അവർ അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലും അന്നത്തെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലും സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാലത്തോടും ആ സംസ്കാരത്തോടും ആ ചരിത്ര പശ്ചാത്തലത്തോടും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യാഖ്യാനം കൂടാതെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്ന് കാലങ്ങളും വർഷങ്ങളും അന്തരമുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? ശ്രമകരമാണ്. ഒന്നും കൂടെ ലളിതമായി പറഞ്ഞാൽ, എന്തുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ എഴുത്തുകാരും ആധുനിക വായനക്കാരും തമ്മിൽ ഒത്തിരി അന്തരങ്ങളുണ്ട്, ഒത്തിരി വിടവുകളുണ്ട്. ഈ വിടവുകൾ നിമിത്തമാണ് നമുക്ക് എന്തായിരിക്കുന്നത്? വ്യാഖ്യാനത്തിന്റെ ആവശ്യം. എന്തൊക്കെ വിടവുകളാണുള്ളത്? ഒന്ന്, ലാംഗ്വേജ്, ഭാഷാപരമായ ഒരു വിടവുണ്ട്. എന്ത് ഭാഷയാണ്? ബൈബിൾ എങ്ങനെ എഴുതിയത്? ഏത് ഭാഷയിലാണ് എഴുതിയത്? പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതിയത്. അപ്പോൾ ഓരോ ഭാഷകൾക്കും അതിൻ്റെതായ ശൈലികളുണ്ട്, അതുപോലെ തന്നെ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളുണ്ട്. അതെല്ലാം അതേ നിലയിൽ മറ്റൊരു ഭാഷയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വ്യാഖ്യാനിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ട്രാൻസ്ലിറ്ററോളജി എന്ന് പറഞ്ഞൊരു വിഷയം പഠിച്ച് ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് 100% പരിഭാഷപ്പെടുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് ഉദാഹരണം, എനിക്ക് ഇംഗ്ലീഷും മലയാളം നല്ലവണ്ണം അറിയാമെന്ന് വിചാരിച്ചു. ഒരു ഇംഗ്ലീഷ് പ്രസംഗകൻ പ്രസംഗിച്ചാൽ 100% ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട്, ശശി തരൂരിനെ കൊണ്ടും പറ്റില്ല. കാരണം എന്നറിയാമോ? ഭാഷ അറിയാഞ്ഞിട്ടല്ല, ഓരോരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകത. ഞാൻ വേറെ അറിയാം, ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാം, മലയാളത്തിൽ പ്രസംഗിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഓഡിയൻസ്, അമേരിക്കക്കാരൻ പ്രസംഗിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഓഡിയൻസിന് മുമ്പാകെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുക. അപ്പോൾ മലയാളി എന്നെ പരിഭാഷപ്പെടുന്ന ആൾക്ക് മലയാളം ഇംഗ്ലീഷ്, അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറയാണ്, ശങ്കരൻ പിന്നെയും തെങ്ങേൽ തന്നെ. ശങ്കരൻ അഗൈൻ ഓൺ ദ സെയിം കോക്കനട്ട് എന്ന് പരിഭാഷകൻ പെടുത്തും. സാഹിബിന് എന്നാ മനസ്സിലാകും? സാഹിബ് പാർട്ടിയുടെ ഇവൻ എന്നത്തിനായി തെങ്ങ കയറിയിരിക്കുന്നത്? ഇവൻ ആദ്യം ഈ ശങ്കരൻ, ഒന്നാമത്തെ കാര്യം ശങ്കരൻ ആരാ? രണ്ട്, ഇവൻ എന്നത്തിന് തെങ്ങ കയറിയത്? ഇവനെന്തുകൊണ്ട് കമുങ്ങ കയറിയില്ല? ഇവനെന്തുകൊണ്ട് വാഴ കയറിയില്ല? ഇതിന്റെ മണ്ട എന്നത്തിനാ കയറിയേ? തേങ്ങ പറിക്കാൻ അങ്ങനെ ആയിരിക്കുമെന്ന് പുള്ളി വിചാരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളികളായ നമുക്ക് ഈ ഭാഷ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, ഇത് വേറൊരു ഭാഷയിലേക്കും അതിൻ്റെ തനിമയോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ ഭാഷയ്ക്ക് മാത്രമുള്ള ചില പ്രയോഗങ്ങളുണ്ട്, ചില ശൈലികളുണ്ട്. അത് ശൈലികൾ അനുദിനം വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഈ ഭാഷാ പഠനം വലിയൊരു കാര്യമാണ്. കുമ്മനടി എന്ന് പറഞ്ഞാൽ വല്ലവർക്കും മനസ്സിലാവുമോ? ഡിക്ഷണറി വാക്കായി ഇപ്പം. ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നു, അതറിയാവുന്നവർക്കറിയാം. അതിൻ്റെ കാര്യം പശ്ചാത്തലം മനസ്സിലാക്കാൻ അറിയാം. ഒക്കെ അതിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പുതിയ വാക്കുകൾ വരിക. അപ്പോൾ ന്യൂജൻ ആൾക്കാർക്ക് കുമ്മനടികളാന്ന് പറയാം. പഴയ ആൾക്കാർക്ക് അത്ര ആളൊക്കെ പുതിയ ന്യൂജൻ ആളാകട്ടോ. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അതുകൊണ്ടാണ്. പ്രസംഗിക്കുമ്പോൾ ദൈവദാസന്മാരെ എബ്രായ ഭാഷയിൽ അങ്ങനെ പറയുന്നു, ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം, ആ വാക്കുകളുടെ അർത്ഥം അതേ നിലയിലേക്ക് നമ്മുടെ ഭാഷയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരിഭാഷപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കണം. അതുകൊണ്ടാണ് വ്യാഖ്യാനം ആവശ്യമായി. രണ്ട്, ചരിത്ര വ്യത്യാസം. ബൈബിളിലെ ഓരോരോ ഭാഗങ്ങളും ചരിത്ര പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ചായ റെഡി ആയിക്കോ, ഒരു 10 മിനിറ്റുള്ളിൽ നിർത്തിയിട്ട് വരാം. നമുക്ക് 10 മിനിറ്റ് താമസിച്ച് വന്നാൽ മതി. വേണ്ട, എനിക്ക് വെള്ളം വേണ്ട ബ്രദറെ, എനിക്ക് വേണ്ട, ഞങ്ങൾ മതി. ഇപ്പൊ രണ്ട്, ചരിത്ര പശ്ചാത്തലം. ബൈബിൾ എഴുതിയതൊരു ചരിത്ര പശ്ചാത്തലമാണ്. അതായത് പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ഒരു അറിവില്ലാത്തവന് ബൈബിൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു ചരിത്ര പശ്ചാത്തലം. നമ്മൾ വ്യാഖ്യാനത്തിന്റെ ആവശ്യകത. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ പോയി, അവിടെ ഫറവോന്റെ കീഴിലായിരുന്നു അല്ലേ? എത്ര വർഷങ്ങൾ അവരോടുണ്ടായിരുന്നു? അവസാനം ഈ ഫറവോൻ ഇവരെ വിട്ടുകൊടുക്കാൻ എന്ത് ചെയ്തില്ല, ഹൃദയം കഠിനമാക്കി അല്ലേ? അപ്പൊ ഈ ഫറവോൻ എത്ര വർഷം ജീവിച്ചിരുന്നു?
അപ്പോൾ ആ ഫറവോൻ അല്ല ഈ ഫറവോൻ അല്ലേ? ഈ ഫറവോൻ ഏതാ? ആ ഫറവോൻ അവിടെ കുടുങ്ങി. ഓക്കെ, നിങ്ങൾ ഉത്തരം ശരിയാ. ഈ ഫറവോൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല, അതൊരു പദവി. പ്രധാനമന്ത്രി എന്നോ പ്രസിഡന്റ് എന്നൊക്കെ ഒരു ടൈറ്റിലാണ്. മനസ്സിലായി? ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ പേരാണ്, ഒരു ടൈറ്റിലാണ് ഫറവോൻ. അപ്പോൾ ഇത് ഏത് ഫറവോനാ? ജോസഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നു. ജോസഫിനെ വിട്ടുകൊടുക്കുവാൻ, ഇല്ല ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് പോകുവാൻ തയ്യാറല്ലാത്ത ഹൃദയം കഠിനമാക്കിയൊരു ഫറവോനുണ്ട്. ഏതാ ഫറവോൻ? ആത്മപ്രകാശനത്തിന് വേണ്ടി 50 അല്ല 1000 വർഷം ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ അത് കിട്ടത്തില്ല. ഇത് കിട്ടണമെങ്കിൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിലേക്ക് പോകണം. ആ ചരിത്ര കാലഘട്ടത്തിൽ ഭരിച്ച ഫറവോന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ രാജാക്കന്മാരുടെ പേരുകൾ നമുക്ക് കിട്ടും. അമൻഹോട്ടപ്പ് സെക്കൻഡും തസ്മോസ് തേർഡും ഒക്കെയുള്ള ഈ ഈജിപ്തിന്റെ രാജാക്കന്മാരുകൾ. അപ്പോൾ നമ്മുടെ പഠനം ആധികാരികമാക്കുവാൻ, ചരിത്രവുമായി ഇടകലർന്ന് നിൽക്കുന്നതാണെന്ന് അനുവാചകർക്ക് ബോധ്യമാക്കി മനസ്സിലാക്കി കൊടുക്കുവാൻ എന്താവശ്യമാണ്? വ്യാഖ്യാനം ആവശ്യമാണ്. അപ്പോൾ ചരിത്ര പശ്ചാത്തലം, ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് പോയി, അസീറിയയിലേക്ക് പോയി. അവിടെ അമ്മോന്യരുണ്ടായിരുന്നു, മോവാബിലുണ്ടായിരുന്നു. ഏതാണ് ഈ ആൾക്കാര്? ആ കാലഘട്ടത്തെ രാജ്യങ്ങളിൽ രാജാക്കന്മാരുമാണ്. ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ വേണം ബൈബിൾ എന്ത് ചെയ്യാൻ? മനസ്സിലാക്കുവാൻ. അപ്പോൾ ചരിത്ര വ്യത്യാസമുണ്ട്. 3, സാംസ്കാരിക വ്യത്യാസം. എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ? കൾച്ചറൽ ഡിഫറൻസ്. ദർ ഇസ് എ കൾച്ചറൽ ഗ്യാപ്പ്. എന്താ കൾച്ചറൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ? അവിടെ അവൻ സംസ്കാര ശൂന്യനാണ്, അല്ല സംസ്കാരമില്ല. എന്താ അതിനർത്ഥം? എന്നാ സംസ്കാരം? വാട്ട് ഇസ് കൾച്ചർ? ഈ പുള്ളി ബൈബിൾ പഠിപ്പിക്കാൻ വന്നിട്ട് ആവശ്യമില്ലാത്ത അങ്ങനെ തന്നെ പഠിക്കുന്നല്ലേ? ബൈബിൾ പഠിച്ചെല്ലാം പഠിക്കും കേട്ടോ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദേശത്തുള്ള ജനതയുടെ ആകെയുള്ള ജീവിതത്തിൻ്റെ സാരസംഗ്രഹമാണ് സംസ്കാരം. അതിനകത്ത് വസ്ത്രം, ഭക്ഷണം, ജീവിത രീതികൾ, വിശ്വാസം, ജോലി, ഇതെല്ലാം കൂടെ ചേർന്ന് ആകെത്തുകയാണ് എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി സംസ്കാരങ്ങൾ ഓരോരോ ദേശത്തേക്ക്, സൗത്തിൽ വേറെ, കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു സംസ്കാരം, ഇടുക്കിയിൽ വന്ന വേറൊരു സംസ്കാരം, ഓരോരോ സംസ്കാരങ്ങളാണ്. ആ സംസ്കാര പശ്ചാത്തലത്തിലാണ് പുസ്തകങ്ങൾ എഴുതപ്പെട്ടുള്ളത്. അപ്പോൾ വേദപുസ്തകത്തിലെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സംസ്കാരം മനസ്സിലാക്കണം. പണ്ടത്തെ ആൾക്കാരെ, അപ്പച്ചന്മാർ ഇവിടെ ബാട്ടർ സമ്പ്രദായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? കപ്പ കൊടുത്ത് കാച്ചിൽ വാങ്ങിച്ച്, കാച്ചിൽ കൊടുത്ത് നെല്ല് കൊടുത്ത്, അങ്ങനെ സംസ്കാരം ഇല്ല. ഓർമ്മയിലും ഇല്ലേ? ഓർമ്മയുള്ളവര് എന്തോ മാർക്കറ്റിലുണ്ടായിരുന്നു, മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ഈ പിള്ളേരോടെങ്ങനെ പറഞ്ഞ ഇമാര് നമ്മളെ കളിയാക്കി പോലും അല്ലേ? ഇനിയും ഇപ്പം നമ്മൾ നോട്ടുകളായി. ഇനിയും കുറച്ചും കൂടെ ഒരു 10 വർഷം കഴിഞ്ഞ നോട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇനിയും ജനിക്കാൻ പോകുന്ന പിള്ളേർ നോട്ടെന്ന് പറയാം ഇപ്പം ഡിജിറ്റലായി എല്ലാം അല്ലേ? അപ്പോൾ ഈ ഒരു സംസ്കാരത്തിൽ ഇത് നോട്ട് എന്നാണ്, കാശ് എന്നാണ്, ബാട്ടർ സമ്പ്രദായം എന്നാണെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടുന്നത് പോലെ കാശ് വിനിമയം എന്താണ് എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? വിശദീകരിച്ചു. ഇല്ല അവർക്ക് മനസ്സിലാക്കാം. കാരണം അവർ ജീവിക്കുന്ന തലത്തിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ ബൈബിൾ എഴുതിയ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഒത്തിരി ഉദാഹരണം വരുന്നുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. അബ്രഹാമിന് പിള്ളേരില്ലായിരുന്നു. അപ്പോൾ സാറായിക്ക്, അപ്പോൾ ഒരാള് അബ്രഹാമിന്റെ അടുക്ക വേറൊരാളെ കൊണ്ട് കൊടുത്തു. ആരെ കൊണ്ട് കൊടുത്തേ? സാറ തന്നെയല്ലേ ഇനിഷ്യേറ്റീവ് എടുത്ത? എന്ത് വിശാല മനസ്സുള്ള ഭാര്യ അല്ലേ? അപ്പൊ ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണ് ഒരു ഭാര്യയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ അതിനകത്തൊരു അതിശയോക്തി തോന്നിയില്ല, ആർക്കും തോന്നിയില്ല. അബ്രഹാമിനും തോന്നിയില്ല, സാറയ്ക്കും തോന്നിയില്ല. എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ സംസ്കാരത്തിൽ ഒരു സെറോഗേറ്റ് വൈഫ് എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടായി. അതായത് ഒരു യജമാനന് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അവിടുത്തെ ദാസിയെ ഭാര്യയായിട്ടെടുത്ത് ലീഗലായി ആ ദാസി പ്രസവിക്കുന്ന കുഞ്ഞ് ആരുടെ ആയിരിക്കും? ലീഗലായിട്ട് ഈ യജമാന്റെ ആയിരിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം കൊണ്ടാണ് അവിടെ ഒരു അതിശയോക്തിയോ വഴക്കോ പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യ കാര്യങ്ങളൊക്കെ പോയതിൻ്റെ ഒരു കാരണം. അവിടെ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു ദേശത്ത് ഇനിയും ചില സ്ഥലങ്ങളൊക്കെ വിചിത്രമായ സംസ്കാരങ്ങളുണ്ട്, വളരെ വിചിത്രമായ സംസ്കാരങ്ങൾ. ശരിയല്ലേ?
കഴിഞ്ഞ ദിവസം എനിക്ക് 5-8 വർഷം മുമ്പ് ഒരു മിഷണറി കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യത്ത് പ്രവർത്തിച്ചൊരു ദൈവദാസൻ തൻ്റെ അനുഭവ സാക്ഷ്യം പറയും. ആഫ്രിക്കൻ മുഴുവനല്ല, അത് ഒരു സ്പെഷ്യൽ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അടുക്ക് വർക്ക് ചെയ്യുക. എന്നാൽ ആഫ്രിക്കൻ രാജ്യം മുഴുവനല്ല, ഒരു സ്പെഷ്യൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗസ്റ്റ് അവരുടെ വീട്ടിൽ ചെന്നാൽ ആ ഗസ്റ്റിനെ അവർ ആദരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുകൂടെ ആ ഗസ്റ്റിനെ കടത്തും. അപ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കല്, നിങ്ങൾക്ക് പലർക്കും അങ്ങോട്ടുള്ള വിളി ഉണ്ടാകും എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് വിചിത്രമല്ലേ? ഞാൻ ആഫ്രിക്ക മുഴുവനുള്ള സംവിധാനമല്ല, ഒരു പ്രത്യേക ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അടുക്കൽ ദാറ്റ്സ് ഹൗ ദേ ഓണർ ഗസ്റ്റ്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ വീട്ടിൽ വരുന്ന അതിഥികളെ എന്ത് ചെയ്യുക? ബഹുമാനിക്കുന്ന. ഇതുപോലെ വളരെ വിചിത്രമായ സംസ്കാരങ്ങൾ ദേശത്തിൽ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ബൈബിളൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ബൈബിൾ എഴുതിയിട്ടുള്ളത്. അടിമകളെക്കുറിച്ചും അടിമ ഉടമ സമ്പ്രദായത്തെക്കുറിച്ചും ഒക്കെ ബൈബിൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ സമ്പ്രദായം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും നമുക്ക് എന്ത് ചെയ്യാതെ വരും? മനസ്സിലാകാതെ വരും. സാംസ്കാരികമായ വ്യത്യാസങ്ങളുണ്ട്. 3, 4 ഭൂമിശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ നടന്ന സംഭവങ്ങൾ ഏറിയ പങ്ക് കാര്യങ്ങളും പലസ്തീൻ, ഇസ്രയേലുമായി ബന്ധപ്പെട്ടും യഹൂദയിലും ഇസ്രയേലിലും അതുപോലെ തന്നെ ബാബിലോണിലും ഒക്കെയായി, അസീറിലും ഒക്കെയായി വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായ ഒരു ധാരണ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഹി കെയിം ഡൗൺ ടു ജെറിഗോ, അവൻ എരിഗോവിലേക്ക് ഇറങ്ങി വന്നു. They went up to Jerusalem, അവർ യെരുശലേമിലേക്ക് കയറിപ്പോയി. ആ സ്ഥലത്തെക്കുറിച്ച് അറിയാമെങ്കിൽ, എരിഗോ താഴ്ന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇടുക്കിക്കാർ, കോട്ടയത്ത് വന്നവരാ. അപ്പോൾ ഞങ്ങളുടെ ഒരു നാടൻ ഭാഷകൾ പറയാറുണ്ട്. എവിടെ പോയത്? ഞാൻ താഴെ വരെ പോയതാ. താഴെ പോയെന്ന് എവിടെയാണെന്നറിയാവോ? താഴെ എന്ന് പറഞ്ഞാൽ മല ഇറങ്ങി എന്നല്ല, കോട്ടയത്ത് പിന്നെ മുണ്ടക്കയം കഴിഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മല ഇറങ്ങി താഴെ പോയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടുത്തുകാരുടെ കാണാൻ താഴെ പോയെന്ന് പറയുന്ന വിചാരിക്കുന്നത് തൊട്ടടുത്ത് അങ്ങോട്ട് പോയിട്ട് വന്നു. അവിടെ പറഞ്ഞ 100 കിലോമീറ്റർ ഉണ്ട് കോട്ടയത്തിന്. അപ്പോൾ താഴെ പോയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ സ്ഥലത്ത് ജീവിക്കുന്നവർക്കറിയാം താഴെ പോയി എന്ന് പറഞ്ഞാൽ ഇവൻ 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോയിട്ട് വന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇത് മനസ്സിലാകും. ഇത് വേറെ സ്ഥലത്ത് പോയാൽ അവർ ഇവനെ എന്താ പറയുന്നത് മനസ്സിലാകത്തില്ല. മനസ്സിലായി? അതാണ് സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഭൂമിശാസ്ത്രപരം വ്യത്യാസമുണ്ട്. ഒത്തിരി ഉദാഹരണമുണ്ട്, സമയം പോരാ. മറ്റൊരു കാര്യം, അവസാനത്തെ കാര്യം, അതിൻ്റെ പ്രത്യേകത ദൈവശാസ്ത്രപരമായ വ്യത്യാസം, ഇല്ലെങ്കിൽ തിയോളജിക്കൽ ഗ്യാപ്പ്. ദൈവശാസ്ത്രപരമായ ഒരു വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് വ്യാഖ്യാനം ആവശ്യമാണ്. നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? ക്യാൻ വി നോ ഗോഡ്? ദൈവത്തെ നമുക്കറിയാൻ പറ്റുമോ? യെസ് ഓർ നോ? പിന്നെ അറിയാഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? ദൈവത്തെ അറിയാം. ദൈവത്തെ നമുക്ക് സമ്പൂർണ്ണമായി അറിയാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാട്. എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ 10-25 വർഷമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ച് മുഴുവൻ അറിയാമെന്ന് പറയുന്ന അർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ പറയുകയാണ്, ഞാൻ 10-25 ബൈബിൾ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന അർത്ഥം എന്നാണെന്നറിയാമോ? മണ്ടനാണെന്ന് മാത്രമല്ല, വിവരക്കേടുള്ളവനാണ്, ഒന്നും അറിയത്തില്ല എന്നല്ല. വേറൊരു കാര്യമുണ്ട്. ദൈവത്തെക്കുറിച്ച് മുഴുവൻ ഒരുവൻ അറിയണമെങ്കിൽ അവൻ ആരായിരിക്കണം? അത്രയുള്ള എൻ്റെ ആശയം. ദൈവം സർവജ്ഞാനിയാണ്. ഈ സർവജ്ഞാനിയായ ദൈവത്തെ എൻ്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ദൈവം ആരല്ല? ദൈവമല്ല. ദൈവത്തെ സമ്പൂർണമായി ഒരുവൻ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുകയില്ല. കാരണം ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ് ആൻഡ് വി ആർ ഫൈനൈറ്റ് ബീയിങ് എന്ന് പറഞ്ഞാൽ ദൈവം പരിമിതികൾ കൂടാത്തവനാണ്, നമ്മൾ പരിമിതികളുള്ള മനുഷ്യരാണ്. പരിമിതികളുള്ള മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് സമ്പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വേറൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം.
നമ്മുടെ പരിമിതിയും കൂടെ എന്ത് ചെയ്തോണം? ഇവിടെയാണ് പലരും തെറ്റിപ്പോകുന്നത്. എനിക്ക് തൃത്വോപദേശം അറിയാവുന്ന ചോദിച്ചാൽ അറിയാം. ബുദ്ധി കൊണ്ട് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കാൻ. തൃത്വോപദേശം എനിക്കറിയാം, ഞാനത് അംഗീകരിക്കുന്നു, അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. അത് ദൈവവചനത്തിന്റെ ഉപദേശമാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ത്രിയേകനായിട്ടാണ്. അതുകൊണ്ട് ഇത് അംഗീകരിക്കണം. ബൈബിൾ ശാസ്ത്രപരമായും ചരിത്രപരമായും പുരാവസ്തു ഗവേഷണപരമായും എല്ലാ നിലയിലും വിശ്വാസ്യമാണ്. ഈ ബൈബിൾ നൽകിയിരിക്കുന്നത് ദൈവമാണ്, ഇത് ആധികാരികമാണ്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ആ ദൈവം ത്രിയേകനായി വിവരിച്ചിട്ടുണ്ടെങ്കിൽ, വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. എനിക്കത് മനസ്സിലായില്ല എന്നുള്ളത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ പരിമിതിയാണ്. ഇവിടെയാണ് പലരും തെറ്റിപ്പോ. എന്നാ അറിയാം, എനിക്ക് തൃത്വോപദേശം അങ്ങോട്ട് 1+1 3 1 × 2 ഏതാ ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ലോജിക്കലായിട്ട് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ സമ്പൂർണമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ. തൻ്റെ ഏകജാതന പുത്രനെയും ദൈവത്തെയും പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ ദൈവത്തെ അറിയാം. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സർവസമ്പൂർണമായ ദൈവത്തെ കുറിച്ച് ഗ്രഹിക്കാമോ? ദൈവത്തിന് സമ്പൂർണമായി അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വസ്തുത റോമാലേഖനം 11-ാം അധ്യായം ഇതിന്റെ അവസാന വാക്യങ്ങളിലാണ് ദൈവത്തിന്റെ പദ്ധതികളും വീണ്ടെടുപ്പും 8, 9, 10 അധ്യായങ്ങളിൽ 11 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ ഭൂതം, വർത്തമാനം, ഭാവി ഇതെല്ലാം പറഞ്ഞിട്ട് ഇസ്രായേൽ ദൈവം തിരസ്കരിച്ചു, വീണ്ടും അവർക്കൊരു ഭാവിയുണ്ട്. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ഈ ജാതികളുടെ സംഖ്യ ചേർന്ന സഭായുഗം കഴിഞ്ഞ് ദൈവം മഹോപദ്രവ കാലഘട്ടം, ആ ശേഷം വീണ്ടും ദൈവം ഇസ്രായേലുമായിട്ട് ഇടപെടും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ബഹുമുഖമായ ജ്ഞാനവും വെളിപ്പാടും എല്ലാം മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ധനം, ജ്ഞാനം അവ എത്ര അഗോചരവും അപ്രമേയവുമാണ്. വണ്ടറിങ് അറ്റ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയുടെയും പ്രവൃത്തികളുടെയും മുമ്പാകെ അത്ഭുത പരതന്ത്രനായി നിന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ് പൗലോസ്. നമുക്ക് അത്രേ പറയാനുള്ളൂ. ബൈബിളിനെ കുറിച്ചും ദൈവത്തിനെ കുറിച്ചും ദൈവിക പദ്ധതികളെ കുറിച്ചും മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് അവ അപ്രമേയമാണ്, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിന് അപ്പുറമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നേക്കും മഹത്വം എന്ന് പറയാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ നമുക്ക് ദൈവത്തെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? ദൈവവചനത്തിലൂടെ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെ അറിയാം. ആരിലൂടെ അറിയാം? ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കി നൽകിയത് കൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. അപ്പോൾ ഈ 5 വിധമായ വിടവുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ആവശ്യമാണ്? അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ കൃത്യതയോട് എന്ത് ചെയ്യണം? വ്യാഖ്യാനം. എത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഇതിന് ശകലം ശ്രമഫലം ആവശ്യമാണ്. ആത്മപ്രകാശനത്തിനല്ല, വചനം വ്യാഖ്യാനിക്കുവാൻ. അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി, വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നിയമിച്ചിട്ടുണ്ട്. ഉപദേഷ്ടാക്കന്മാരുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ദൈവവചനം എല്ലാവർക്കും ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും ഈ സംസ്കാരങ്ങളെല്ലാം പഠിച്ചു വായന വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വ്യാഖ്യാതാക്കളെയും വേദപുസ്തക ഉപദേഷ്ടാക്കന്മാരെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു സമൂഹമാണ് ബ്രദറൻ സമൂഹം. അനേക ദൈവദാസന്മാരെ ദൈവവചനത്തിന്റെ കൃത്യതയോടുകൂടെ അവർ ലേബർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവർ, ഉറക്കിളച്ച് ദൈവത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവവചനത്തിന് തെളിമയോടെയും വ്യക്തതയോടെയും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ നമുക്കുണ്ട്. അവരെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും അവർ ചെയ്യുന്ന ശുശ്രൂഷ വളരെ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും they are the guardians of the truth. അവർ ദൈവവചനത്തിലെ സത്യങ്ങളുടെ സംരക്ഷകരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഈ 5 കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താ ആവശ്യമാണ്?
വ്യാഖ്യാനം ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞ് ആ ഭാഗം വിട്ട്, ഇപ്പോൾ എനിക്ക് ബ്രേക്കിൻ്റെ ടൈമായി എന്നറിയാം, ഒരു പോർഷൻ തീർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. വ്യാഖ്യാനം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്, വ്യാഖ്യാതാക്കളെയും ആവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം വേദപുസ്തകം വ്യാഖ്യാനിക്കുവാൻ. എങ്ങനെയും എന്തും പറയുവാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. അതിനെ ഗൗരവത്തോടുകൂടെ തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ക്ലാസ് ആ നിലയിൽ ഇതിൻ്റെ ഗൗരവവും വ്യാഖ്യാനിക്കേണ്ട ആവശ്യകതയൊക്കെ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതെല്ലുപരിയായി ആത്മാവിൻ്റെ പ്രകാശനത്തോടുകൂടെ ആത്മീയ സത്യങ്ങളെ ഗ്രഹിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് അതിന് ബ്രേക്കിന് ശേഷം കടന്നു വന്ന് തുടർന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും.